നിങ്ങൾ തമ്മിലുള്ള ബന്ധം അതേത് രീതിയിലാണെന്ന് എനിക്കറിയണം. രാത്രിയിൽ ഇങ്ങനെ ഒരു കളക്ടർ ഇറങ്ങി നടക്കാന്ന് പറഞ്ഞ ആളുകൾക്ക് അത് മതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കാൻ. പ്രത്യേകിച്ച് എന്റെ മകൻ നാട്ടിലില്ലാത്തപ്പോ. ചിലര് പറയും എങ്ങനെയെങ്കിലും ഒരു കൂര ഉണ്ടാക്കിയിട്ട് ഒന്ന് കയറി കിടന്നാ മതിയെന്ന്. ഒരിക്കലും നടക്കാത്ത കാര്യമാ. ഒരു വീട് വെക്കണം, അതിന് വാസ്തുശാസ്ത്രം വേണം, പിന്നെ ആ വീടിനെ നമ്മൾ ഇഷ്ടപ്പെടണം, അതിലുപരി ആ വീടിന് നമ്മളെ ഇഷ്ടപ്പെടണം. എന്നാൽ മാത്രമേ ആ വീട്ടിൽ കിടന്നാൽ ശാന്തിയോടും സമാധാനത്തോടും ഉറങ്ങാൻ പറ്റൂ. അതിന് ആദ്യം വേണ്ടത് ആ ഭൂമി നന്നാക്കുക എന്നതാണ്. നമ്മളിവിടെ ആദ്യം ചെയ്യുന്നതും അത് തന്നെയാ. ആദ്യം കുറ്റിയടിക്കൽ കർമ്മം, 2 കല്ലിരിക്കാൻ പാകത്തിന് ഒരു കുഴി, അത് മതി. വന്ന് ചടങ്ങുകളെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനും സമയത്തിനും അനുസരിച്ചായല്ലോ. ഇപ്പോഴത്തെ പുതിയ തലമുറ അവരുടേതായ ഇഷ്ടങ്ങളിലൂടെയാ ഇങ്ങനെയുള്ള ചടങ്ങുകൾ കൊണ്ടുപോകുന്നത്. പക്ഷേ വാസ്തുശാസ്ത്രം സത്യമാണ്. സംശയമുണ്ടെങ്കിൽ വടക്കോട്ട് ചെരുവുള്ള ഭൂമിയിൽ വീട് വെച്ച് നോക്കൂ. ഐശ്വര്യ. കിഴക്ക് ദർശനം കിട്ടിയ അഭിവൃദ്ധിയാ. പടിഞ്ഞാറ് കുഴപ്പമില്ല, തെക്കോട്ടോ ഒട്ടും പോരാ. ഇതൊക്കെ നമുക്ക് കൺമുന്നിൽ കാണിച്ചു തരുന്ന കാര്യങ്ങളാ. കാണിച്ചു തരാത്തതാണ് കൂടുതലും. അത് നമ്മൾ അനുഭവത്തിലേ പഠിക്കൂ. പിന്നെ ചിലര് പറയും കഷ്ടകാല സമയത്താ വീട് വെക്കുന്നതെന്ന്. ഒരിക്കലും അല്ല. നമ്മുടെ നല്ല സമയത്തെ വീട് വെക്കണമെന്നുള്ള തോന്നൽ പോലും ഉണ്ടാവൂ. സമയം നന്നായ പണം താനേ വരുമെന്നാ. ദീപു, ഉടനെ വീടുണ്ടാകും കേട്ടോ. അപ്പൊ അവിടെ താമസിക്കാം. മുടക്കങ്ങളൊന്നും കൂടാതെ വീട് പണി തീർത്തു തരണേയെന്ന് പ്രാർത്ഥിച്ചോളൂ. കുറ്റിയടിക്കൽ ചടങ്ങ് നടക്കാൻ പോവാ. അത് കഴിഞ്ഞ് കല്ലിടൽ കർമ്മം. ആ എല്ലാവരും കണ്ണടച്ച് മനസ്സിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. ഒപ്പം ഹൈന്ദവ സങ്കല്പം അനുസരിച്ചുള്ള ദേവലോക ശില്പി വിശ്വകർമാവിനെയും പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് കുറ്റിയടിക്കാം. കുറ്റിയടിച്ച് തുടങ്ങേണ്ടത് കന്നിമൂലയിൽ നിന്ന് വേണം. അവസാന കുറ്റിയടിക്കേണ്ടത് അഗ്നികോണിലും. അഗ്നികോൺ ഊർജത്തിന്റെ പ്രതീകമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ചൈതന്യം അഗ്നിയിൽ നിന്ന് കിട്ടുന്നുവെന്നാണ് വിശ്വാസം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. നന്ദിയുണ്ട് മാഡം. സന്തോഷായില്ലേ? ഇനിയും എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു വീട് വരും. എന്തിനാ കരയുന്ന? സങ്കടങ്ങളെല്ലാം തീരാൻ പോവല്ലേ? എന്റെ മോക്ക് നല്ലൊരു വീട് വെച്ച് താമസിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ആ ഭാഗ്യം അവൾക്കുണ്ടായില്ല. ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിട്ട് നിന്നേനെ. അവള് മൂലം അവളുടെ ഈ ആഗ്രഹം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സാധിച്ചു തരുമല്ലേ? സമാധാനായിട്ടിരിക്കെ. ഈശ്വരൻ ചിന്തിക്കുന്നത് പോലെയല്ലേ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റൂ. ഈശ്വരൻ മനുഷ്യന്മാരുടെ രൂപത്തിലും ചിലപ്പോൾ വരും. അത് ഞങ്ങളിപ്പോ കണ്ടു മാഡത്തിലൂടെ. ഞാൻ ഇതിനെല്ലാം ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. കുട്ടികൾക്ക് ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കേണ്ടത്. ഈ സന്തോഷം പോരെ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറക്കാൻ. എല്ലാത്തിനും നന്ദി മാഡം. മാഡത്തെ ഈശ്വരൻ രക്ഷിക്കും. ശോഭനെ, ഒന്നിങ്ങി വന്നേ. ആ, ഓന് സന്തോഷമായോ?
അനു ആ. ഇവർക്ക് വീട് പണിയുന്നവരെ താമസിക്കാൻ ഒരു സ്ഥലം വേണമല്ലോ. അതിനിപ്പോ എന്താ ഒരു വഴി? എനിക്ക് പരിചയമുള്ള ഒരു ആശ്രമമുണ്ട് മാഡം, അവിടെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. എങ്കിൽ എത്രയും പെട്ടെന്ന് സംസാരിക്കേ. ഇവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്താക്കിയാലേ നമ്മുടെ ജോലി പൂർത്തിയാവൂ. ഞാനൊന്ന് വിളിച്ചു നോക്കാം മാഡം. ഉം. രണ്ടുപേർക്കും സന്തോഷായില്ലേ? ദീപുവിന് ഉടനെ ഒരു വീട് കിട്ടും. താങ്ക് യു അമ്മേ. സുഖമില്ലായിരുന്നു, അതാ വരാൻ പറ്റാതായി പോയത്. പക്ഷേ ഇപ്പൊ ഞാൻ ഓക്കെയാ. പക്ഷെ ഞാൻ ഓക്കെ ആയില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയാനുണ്ട്. ഞാൻ അതിനുവേണ്ടി നിന്നെ കാത്തിരിക്കായിരുന്നു. സത്യമ്മ ചോദിച്ചോളൂ. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ അത് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ശിവനെ കാണുന്നതേ എന്റെ മകൻ വിഷ്ണുവിനെ കാണുന്നത് പോലെ തന്നെയാ. എന്റെ മരുമകൾ ശാലിനിയും ശിവനെ അതുപോലെ തന്നെയാണോ കാണുന്നതെന്ന് എനിക്കൊരു സംശയം. ഞാൻ എന്റെ മകനെ പോലെ കാണുന്നത് കൊണ്ടാ ഈ രീതിയിൽ തുറന്നു ചോദിക്കുന്നത്. ഇതിന്റെ ഉത്തരവും സത്യസന്ധമായിട്ട് എനിക്ക് വേണം. അല്ല, ശാലിനിയോട് ഇത് ചോദിച്ചില്ലേ? എനിക്കറിയേണ്ടതേ ശിവന്റെ മറുപടിയാ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അതേത് രീതിയിലാണെന്ന് എനിക്കറിയണം. രാത്രിയിൽ ഇങ്ങനെ ഒരു കളക്ടർ ഇറങ്ങി നടക്കാന്ന് പറഞ്ഞ ആളുകൾക്ക് അത് മതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കാൻ. പ്രത്യേകിച്ച് എന്റെ മകൻ നാട്ടിലില്ലാത്തപ്പോ. എനിക്ക് ശാലിനിയോട് തോന്നിയ ഇഷ്ടവും ബഹുമാനവും ഒക്കെ യാതൊരു ദുരുദ്ദേശത്തോടും കൂടിയുള്ളതല്ല. അതിന് മറ്റൊരു രീതിയിലുള്ള യാതൊരു അർത്ഥവും കാണുകയും വേണ്ട. എനിക്കറിയാം എന്നെ. അർഹതയില്ലാത്തതൊന്നും ഞാൻ പണ്ടും ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല, ഇനിയൊട്ട് ആഗ്രഹിക്കുകയുമില്ല. എനിക്ക് സുഖമില്ലാതായി എന്നുള്ളത് സത്യം തന്നെയാ. സഹായിക്കാനായിട്ട് ശാലിനി വരികയും ചെയ്തു. ശാലിനി മേടിച്ചോണ്ട് വന്ന ഇഞ്ചക്ഷനാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആ സ്നേഹം വീട്ടിലെ ജോലിക്കാരനായ ഒരാളോട് കാണിക്കുന്ന പരിഗണന, ആ ഒരു രീതിയിൽ എടുത്താ പോരെ. മറ്റൊരർത്ഥവും അതിൽ കാണണ്ട. അതില് പിന്നെ ആർക്കും മനസ്സിലാവാത്ത മറ്റൊരു സത്യവും ഒളിഞ്ഞിരിപ്പുണ്ട്.